നിരവധി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങൾ വീണ്ടും സീരിയലുകളിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായ പ്രിയപ്പെട്ട സീരിയലുകൾ തുടങ്ങുമ്പോൾ അതൊരു ആവേശം തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന കഥാപാത്രങ്ങളും സീരിയലും അവസാനിച്ചാലും ഇല്ലെങ്കിലും പുതിയ കഥാപാത്രങ്ങളുടെ പ്രത്യേക ഇഷ്ടം പ്രേക്ഷകർ എപ്പോഴും കാണിക്കാറുണ്ട്. ഇപ്പോഴിതാ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലുകളിലും മറികടക്കാനും അവരെല്ലാം തന്നെ പുറത്തു പോകാനും ഇവർ വിവാഹിതരായാലെന്നൊരു സീരിയൽ ഇറങ്ങുകയാണ്. ഒരു കോൺട്രാക്ട് മാരേജുമായി ബന്ധപ്പെട്ട ഒരു സീരിയലാണിതെന്ന് ഇതിന്റെ ട്രെയിലറും ടീസറും അതുപോലെ പേര് കേൾക്കും ഒക്കെ തന്നെ പ്രേക്ഷകർക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. അതിനേക്കാൾ ഉപരി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ഇതിലെ നായികയും നായകനെയും തന്നെയാണ്. കുറേയധികം നാളുകൾക്ക് ശേഷം മാളവികയും നിഖിലും ഒരുമിച്ചെത്തുന്ന ഒരു സീരിയൽ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമ്മ അറിയാതെ സീരിയലിലൂടെ മലയാളികൾ ഏറ്റെടുത്തൊരു താരമാണ് നിഖിലാണ് ഇപ്പോൾ ഇതിലെ നായകനായി തിരികെ എത്തുന്നത്. മാളവിക വെയിൽസിന് എല്ലാവർക്കും അറിയാം. നിരവധി മറ്റ് സീരിയലുകളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട താരം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം പ്രേക്ഷകർ ഇപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ മാളവികയെ തിരിച്ചു കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. സീരിയലിൽ നിന്ന് സിനിമയിലും പിന്നീട് തിരിച്ച് സീരിയലിലേക്കും എത്തിയിരിക്കുകയാണ് മാളവിക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും നന്നായി സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്കും മാളവികയെ നന്നായി തന്നെ അറിയാമെന്ന് മലയാളി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നിഖിലും മാളവികയും ഒരുമിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സന്തോഷകരമായ വാർത്ത തന്നെയാണ്. നിഖിലിനെയും മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ്. മാളവികയും അങ്ങനെ തന്നെയാണ്. മാളവിക സീരിയലിൽ ഒരുപാട് കാലം അഭിനയിച്ചതിനും അതുപോലെ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷക സ്വീകാര്യത നേടി മുന്നേറിയതിനു ശേഷമാണ് സിനിമയിലേക്ക് എത്തിയതുമെല്ലാം എന്ന് പറയാം. മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ സ്വന്തം താരം തന്നെയാണ് മാളവിക, അതിലൊരു സംശയവുമില്ല. എപ്പോഴും മിനിസ്ക്രീൻ പ്രേക്ഷകർ ഞങ്ങളുടെ സ്വന്തം കുട്ടി എന്ന രീതിയിൽ തന്നെയാണ് മാളവികയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ഏറ്റെടുക്കാറുള്ളതും. അങ്ങനെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതിനോടൊപ്പം സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമാണ് മാളവികയും നിഖിലിനെയും. ഇവരുടെ കഥാപാത്രങ്ങളാണ് പ്രത്യേകിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റുന്നത് തന്നെ നല്ല കാര്യമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് മാളവികയെക്കുറിച്ച് എന്ത് ചിത്രം വന്നാലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയുകയും ചെയ്യാമല്ലോ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹമുണ്ട് എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. സ്നേഹത്തിന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം തന്നെ സ്ഥാനവുമുണ്ട്. ആരാധകർക്ക് അത് വളരെയധികം മനസ്സിലാകുന്നുണ്ട്. മാളവിക ഇത്രയും നാളായി സിനിമയിലായിട്ട് പോലും പ്രേക്ഷകർ ആ സ്നേഹം മറന്നിട്ടില്ല, അല്ലെങ്കിൽ മാളവികയെ മറന്നിട്ടില്ല. അതിനർത്ഥം വയ്ക്കുന്ന പല വാർത്തകളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ഈ രണ്ട് കോംബോയും വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലുകളും താഴേക്ക് കൂപ്പുകുത്തും. ഇപ്പോൾ തന്നെ നിരവധി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ റേറ്റിംഗ് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീരിയൽ കൂടി വന്നു കഴിഞ്ഞാൽ മറ്റുള്ള സീരിയലുകൾക്കും വളരെയധികം തന്നെ പ്രശ്നത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് തന്നെ ഈ സീരിയലിൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും നോക്കിയിരിക്കുന്ന സീരിയലാണ് എന്ന് തന്നെ പറയണം. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ദിവസം അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഈ കഥാപാത്രങ്ങൾ പുറത്തു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.